കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ പവർഫുൾ ഡാൻസിൻ്റെ രീതി. അതിലെ ഏറ്റവും പ്രധാനമായതാണ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി. നമ്മുടെ കുട്ടികളെല്ലാം അത് ചെയ്യാനുള്ള കഠിന യത്നത്തിലാണ്. കണ്ടില്ലേ മിൻഹ മോള് സ്പ്ലിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ്സിൽ വേഗം ഫ്ലെക്സിബിളായിട്ട് കിട്ടുന്ന കുട്ടികളും കുറച്ച് പാടുപെട്ട് ഫ്ലെക്സിബിൾ ആകുന്ന കുട്ടികളും ഒരുപാട് പ്രാക്ടീസിലൂടെ ഫ്ലെക്സിബിൾ ആവുന്ന കുട്ടികളും ഉണ്ട്. ഓരോരോ വിദ്യാർത്ഥികൾക്ക് പല പല ഗുണങ്ങളായിരിക്കും. ഏത് ഗുണങ്ങളിലാണോ കൂടുതൽ മുൻപന്തിയിൽ അവർ നിൽക്കുന്നത് അതിനെ കൂടുതൽ നല്ല രീതിയിൽ മികവുറ്റതാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഒപ്പം മറ്റെല്ലാ തലങ്ങളും കുറേയേറെ ചെയ്തു വരുവാനുള്ള പഠനക്രമവും നൽകണം. ഒരു സെക്ഷനാണ് ഇത്. അതിനൊപ്പം തന്നെ മാനുഷികമായ ഒരുപാട് മൂല്യങ്ങൾ മറക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിത്യതയിലെ അധ്യാപികമാരുടെ ധർമ്മമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ദയനീയത സത്യം പറഞ്ഞാൽ വിശപ്പല്ലേ കൂട്ടുകാരെ? ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങളാൽ കഴിയുന്ന അന്നദാനം സഹജീവികൾക്ക് നൽകും. വിശപ്പാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾക്കും കാരണം. പറയുന്നത് പോലെ പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെന്റ് ആയതിനാൽ ഞങ്ങളെന്ന അധ്യാപകരാൽ കഴിയുന്ന ചെറുകാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും ശ്രമിക്കും. ഈ ജീവജാലങ്ങളും സസ്യങ്ങളും ചേർന്നതല്ലേ നമ്മുടെ ലോകം. ഒരു നേരത്തെ ഭക്ഷണം, ജലം, അത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഒരു നൃത്തം പൂർണ്ണമായി ചെയ്താൽ പോലും ഇവരുടെ കണ്ണിൽ കാണുന്ന ഈ സന്തോഷം കിട്ടുകയില്ല. അതാണ് വിശപ്പിൻ്റെ ശക്തി. അതറിയണമെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കാതൊന്നിരുന്ന് നോക്കണം. കോടാനുകോടി ജന്മങ്ങൾ വന്നുപോയ ഈ ഭൂമിയിൽ, ഈ തിരശീലകളിൽ ഇന്നും നമ്മൾ ചെറു ജീവിതങ്ങളുമായി എത്തുന്നു. ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ എല്ലാത്തിലും കഴിഞ്ഞ് ഒടുവിൽ ജീവൻ അവസാനിക്കുമ്പോൾ ഒന്നും നേടാത്ത ഒരനുഭൂതി. അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരുപാട് മനുഷ്യർ ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞു. പ്രത്യേകിച്ചും നമ്മുടെ പുതുതലമുറയെങ്കിലും അങ്ങനെയായി വരണം. ഒരുപാടധികം കഴിയില്ലെങ്കിലും കുറേയേറെ അത്തരത്തിലുള്ള മാനുഷിക മൂല്യമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുവാൻ നിത്യതയ്ക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു. നിത്യതയിലെ ഓരോ മക്കളും ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളവരാണ്. അവർ നിത്യതയുടെ അംശമാണ്.